ഗൈസ്, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നിവർത്താനുള്ള കൊടമാറ്റത്തിനുള്ള കൊടകളൊക്കെയാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാ കാണാൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിതാ തൃശ്ശൂർക്ക് പോവാണ്. തൃശ്ശൂർ പൂരല്ലേ, അപ്പോൾ അതിൻ്റെ ആനച്ചമയം ഇന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് മറ്റേ സാമ്പിൾ വെടിക്കെട്ടും ഉള്ളത്. അപ്പോൾ അത് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അവിടെ തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ സാമ്പിൾ കാണാനൊന്നും നിൽക്കില്ല, നമ്മളിങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ആനച്ചമയം കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താ എനിക്കൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മിഥുരാജേ വാ. അപ്പോൾ ദാ നമ്മളെവിടേക്ക് പോകണമെന്ന് പറഞ്ഞാ പറഞ്ഞു, നീ പറഞ്ഞോ? നമ്മൾ ആനച്ചമയം കാണാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? അപ്പം നമ്മളിതാ തൃശ്ശൂർ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ പാറയമക്കാവ് അമ്പലത്തിൻ്റെ അവിടെ. ഇവിടെയാണ് ഈ അമ്പലത്തിലും പിന്നെ അതുപോലെ വേറൊരു അമ്പലത്തിൻ്റെയും ചമയുണ്ട്. അപ്പോൾ ഇതാ ഈ അമ്പലത്തിൻ്റെ ചമയത്തിൻ്റെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഈ പാറയമക്കാവ് അമ്പലത്തിൻ്റെ ചമയം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പോ, പാറയമക്കാവ് ചമയ പ്രദർശനം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഇതിലാച്ച് കണ്ട നോക്ക്, പൂരത്തിന് ഇങ്ങനെ ആക്കണ കൊടയില്ലേ, അത് നോക്കുവനെ കൊടയാണ് അത്. കണ്ട പറ്റും പറ്റും. നല്ല ഭംഗിയുണ്ടല്ലേ നെറ്റിപ്പെട്ടൊക്കെ. ഇതാ കൊടകളാണ് കേട്ടോ. അതാ പൂരത്തിന് നമ്മള് ഉയർത്തല്ലേ, ആ കൊടകളാണത്. കുറേ കളറുകളുണ്ട്. ഇപ്പം ഇവിടെ തൊടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട പല കളറിലുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ നോക്ക് നിങ്ങൾക്ക്. പുതിയതാ. അമ്പോ, ഇത് കളർഫുൾ ആയിണ്ടല്ലേ. ഇവിടെയും തിരക്കുണ്ട് കേട്ടോ ഗൈസ്. വെറൈറ്റി വെറൈറ്റി കൊടകളാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ.
ഇപ്പുറത്തെ സൈഡിൽ നിറച്ച് കൊടകളാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പോലത്തെ അല്ല, വേറെ ഡിസൈനാണ്. ഇടാ സൈഡ് ഫുള്ള് കൊടകളാണ്. ഇപ്പുറത്തെ സൈഡിൽ ദാനയുടെ മേല് ആക്കണ സംഭവങ്ങളല്ലേ അതൊക്കെ. ഇവിടെയൊക്കെ ദാ ഡു നോട്ട് ടച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നിവർത്താനുള്ള കൊടമാറ്റത്തിനുള്ള കൊടകളൊക്കെയാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാ കാണാൻ. ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പല പല വെറൈറ്റി കൊടകളാണ് കേട്ടോ. സൂപ്പർ. ഇതിൻ്റെ ഈ സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഇത് വേറൊരു ടൈപ്പ് കുടയാണ് കേട്ടോ. അതിൻ്റെ കളറ് ഈ ക്യാമറയിൽ വൈറ്റ് ആയിട്ട് കണ്ടത്. ഇതൊരു പീച്ചൊക്കെ പോലത്തെ ലൈറ്റ് റോസ് കളറാണ് കേട്ടോ. ഇത് വെൽവെറ്റിൻ്റെ ആണ് ഈ കുട. മിഥിലാജൊക്കെ കുട കണ്ട എക്സൈറ്റ്മെന്റിലാണ്. എങ്ങനെയുണ്ട് കുട? ആദ്യമായിട്ടില്ലേ കാണുന്നത്? ഇപ്പം ഇവിടെ ദാ മറ്റേ ചെരിഞ്ഞ ആനകളുടെ ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടോ? ഇനിയിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം താവണം. അപ്പം ഇനി നമ്മൾ തിരുവമ്പാടി അമ്പലം അവിടെയാണ് കേട്ടോ ഇനി അടുത്ത ആനച്ചമയുള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മളിതാ പോവാണ്. ഇതിലെ അങ്ങോട്ട് കടത്തി വിടുമോയെന്ന് അറിയില്ല. നമ്മളിതാ പോയി നോക്കണം. കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ ഇതിലേ ഇനി തിരിഞ്ഞു വേണം. അപ്പോൾ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. തിരുവമ്പാടിയുടെ അവിടേക്ക് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. എല്ലാവരും ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെയാണ് പോണത്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. ഞങ്ങളിപ്പോൾ കുറേ സൈഡായി തിരിഞ്ഞ് വരുന്നു. അപ്പം ഞങ്ങളിതാ കുറേ റൗണ്ട് അടിച്ചു. പക്ഷെ വണ്ടി അങ്ങോട്ട് കടത്തി വിടില്ല എന്ന്. അപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. അപ്പം ഗൈസ് ഞങ്ങളിതാ തിരുവമ്പാടിയുടെ അവിടേക്ക് നടക്കുകയാണ് അല്ലേ ഇതിലാജേ. വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല അവിടെ. ഇനിയിപ്പോൾ സാമ്പിളിൻ്റെ സമയമൊക്കെ ആയിട്ടോ. അപ്പം അതുകൊണ്ട് കടത്തി വിടണമൊന്നുമില്ല. അപ്പം ഞങ്ങളിതാ നടക്കട്ടെ. അപ്പം ഞങ്ങളിതാ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങി അത് കുറച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. വാ. അപ്പം ഗൈസ് നമ്മളിതാ കപ്പലണ്ടി മേടിച്ചാണ് കേട്ടോ. ഇതിലാകെ കുറച്ച് മണിയുള്ളൂ. 20 രൂപന്ന്. പൊന്നും വില ഈ കപ്പലണ്ടിക്ക് വരെ തൃശ്ശൂർ പൂരമായപ്പോൾ. ഇതിലാകെ കുറച്ചുള്ളൂ.
വെടിക്കെട്ട് കാണാൻ ഇപ്പം തന്നെ ആൾക്കാർ കണ്ടാ നിൽക്കണത്. ആ ഗ്രൗണ്ടിൽ അവിടെ ആ വെടിക്കെട്ടിനുള്ള പണിക്കാരൊക്കെ ദാ അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റപ്പാക്കുക. അതാ അവിടേക്ക് എന്താ ആൾക്കാരല്ലേ, വെടിക്കെട്ട് കാണാനുള്ള ആൾക്കാരാണ് ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് 2 ഭാഗത്തെയും കാണുമെന്ന് വെച്ചു. ആ അങ്ങനെ നമ്മളിതാ അറ്റ് ലാസ്റ്റ് എത്തി. തിരുവമ്പാടി ആനച്ചമയം. അപ്പൊ ഗൈസ് നമ്മളിതാ തിരുവമ്പാടിയുടെ ആനച്ചമയം കാണാനാണ് വന്നേക്കുന്നത്. ഇവിടെ വേറെ വെറൈറ്റി കുടകളാണ് കേട്ടോ. തിരുവമ്പാടി ദേവസ്വത്തിനുള്ള സ്നേഹസമർപ്പണം 12 കിലോമീറ്റർ നൂലിലുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. ഇതാ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഇത് കാണുള്ളൂ, അല്ലാണ്ട് നേരിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് കാണൂല കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി കുടകളുണ്ട് കേട്ടോ. കൊടയാണ് കേട്ടോ അത്. അമ്പമ്പോ ഭയങ്കര വെറൈറ്റി കുടകളാണ്. അങ്ങനെ നമ്മൾ ഇതാ തിരുവമ്പാടിയുടെ ആനച്ചമയൊക്കെ കഴിഞ്ഞ് ഇത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ, അവിടത്തെ അടിപൊളിയായി ഉണ്ടായി. ഇനി നമ്മളിതാ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാൻ. അവിടെ തിരക്കുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര തിരക്കുണ്ടാവും തോന്നുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറേ ആൾക്കാരവിടെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയാൽ അപ്പോൾ വെടിക്കെട്ട് കാണാൻ പോണതിൻ്റെ മുന്നായിട്ട് തന്നെ കുറച്ച് നൈസായിട്ട് ഫുഡ് അടിക്കാന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളിതാ ഷേക്കും സാൻഡ്വിച്ചൊക്കെ മേടിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണില്ല, എന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടില്ലേ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ.